ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. പലരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ നിങ്ങളുടെ സ്വന്തം വിസ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിച്ചുകൂടെ എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ പ്ലാൻ ആയിരുന്നു ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വിസ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. ഇപ്പം ഗൾഫിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരുപാട് കമ്പനികൾ അപ്ലൈ ചെയ്തു, ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു, പല കൂട്ടുകാർ വഴി ട്രൈ ചെയ്തു, ബന്ധുക്കൾ വഴി ട്രൈ ചെയ്തു. ഒന്നും ശരിയായില്ല. അവസാനം കാനഡയിലേക്ക് കുറച്ച് ശരിയായത് അതിന് വെട്ടിപ്പിൽ പോയി ഞാൻ പെട്ടു. ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് നഷ്ടപ്പെട്ട പൈസ. കുറച്ച് പൈസ തിരിച്ച് കിട്ടി, കുറച്ച് പൈസ അല്ല, വളരെ കുറച്ച് പൈസ തിരിച്ച് കിട്ടി, ബാക്കി പോയി എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ ലോക്കലി ഒരു കമ്പനിക്ക് വേണ്ടി തൃശ്ശൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനൊരു വിസയുണ്ട്, B1 B2 എന്ന് പറഞ്ഞ വിസ. ആ വിസയിൽ നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ, നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം PCCയും അതൊന്നും വേണ്ട, വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു പ്രശ്നമല്ല. അപ്പോൾ നിനക്ക് 100% ഇതിനെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പുള്ളി എന്നോട് പറയുകയുണ്ടായി. ആ പോയിന്റിലാണ് ഞാൻ ഈ പറഞ്ഞ ആളെ കോണ്ടാക്ട് ചെയ്യുന്നതും പിന്നെ വിസയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. അത് ആക്ച്വലി അപ്പോൾ അങ്ങനെ ഈ അമേരിക്കൻ വിസയെക്കുറിച്ച് തിരക്കുണ്ടായപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുള്ളി അയച്ചു തന്നു. എന്നിട്ട് ഇത്ര രൂപ പൈസയാകും, 30,000 രൂപ അടുത്താകും, മൊത്തം അപ്പോയിൻമെൻറ്റും സ്ലോട്ടും എല്ലാം കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ആ സമയത്ത് ഞാൻ IELTSൻ്റെ കോച്ചിങ്ങിന് പോവുകയാണ് ഇവിടെ തൃശ്ശൂർ. എനിക്ക് പോസ്റ്റ് മൗത്ത് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലേക്ക് PGക്ക് അഡ്മിഷൻ കിട്ടി. ഡിഗ്രി ഇല്ലാതുള്ള PG ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് വെച്ച് കിട്ടുന്ന PG. അതിന് അഡ്മിഷൻ കിട്ടിയിട്ട് ഞാനിവിടെ IELTS ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ. ആ സമയത്താണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യണത്. അപ്പോൾ ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയില്ലല്ലോ, നമുക്ക് കിട്ടുന്ന വിസയാണോ, അതും പ്രത്യേകിച്ച് ടൂറിസം ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് പേടിച്ചു. അതിനെക്കുറിച്ച് സത്യമൊന്നും അറിയത്തില്ല, എന്താണ് സംഭവം എന്നുള്ളത്. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അമേരിക്കയിൽ, ശ്രീകുമാർ എന്നാണ് പേര്. ആളെ ഞാൻ വിളിച്ച് ചോദിച്ചു, എടാ ഇങ്ങനൊരു വിസയുണ്ട്, എന്ത് ചെയ്യണം? ആ വിസ വന്നു കഴിഞ്ഞാൽ നിനക്ക് അവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞു, കളിയാ, അവൻ എന്നെ കുറേ നാളായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നീ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നീ വിസ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നീ വന്നാൽ മതി, നിൻ്റെ എല്ലാ കാര്യങ്ങളും. സാധാരണ ഗൾഫിലുള്ള ആ കൂട്ടുകാർ പറയുന്ന പോലെയല്ല, ഇത് അങ്ങനത്തെ ഒരു കൂട്ടുകാരനല്ല, നമ്മുടെ ജീവനെപ്പോഴൊരു കൂട്ടുകാരനാണ്. അവൻ പറഞ്ഞു, നീ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ മാത്രം എടുത്താൽ മതി, ഒരു പൈസ പോലും കൈ കൊണ്ടുവരണ്ട, നിനക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി. അപ്പം ഞാൻ ആൽബിനെ കോൺടാക്ട് ചെയ്തു, വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു ദിവസം 2 ദിവസം കൊണ്ട് ആപ്ലിക്കേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഞാൻ സ്വയമായിട്ടാണ് ബുക്ക് ചെയ്തത്. അന്ന് എന്തോ ഭാഗ്യത്തിന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. മെയ് 13, മെയ് 14 തീയതികളിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഡൽഹിയിലായിരുന്നു അപ്പോയിൻമെൻറ്റ്. അതായത് മെയ് 13 ബയോമെട്രിക്ക് അറിയാമല്ലോ, പിന്നെ ശിവാജി മെട്രോ സ്റ്റേഷനിൻ്റെ അടുത്തുള്ള CBS അവിടെയാണ് പിന്നെ ബയോമെട്രിക്സ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ആണ്, കോൺസുലർ ഇൻ്റർവ്യൂ. ബയോമെട്രിക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ബയോമെട്രിക് നമ്മൾ ചെന്നു, വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. ക്യൂവിൽ നിന്നു, നമ്മൾ DS-160 അപ്പോയിൻമെൻറ്റ് റെസീപ്റ്റ്, അങ്ങനെയുള്ള ഫോട്ടോ എല്ലാം കാണിച്ചു. ഫോട്ടോ ഞാൻ അവിടെ ഫോട്ടോ വേണ്ടായിട്ട് കൂടെ ഫോട്ടോ പുറത്ത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തായിരുന്നു. അവിടെ ഭാഗത്ത് തന്നെ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4 കോപ്പി കിട്ടും സ്റ്റുഡിയോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ ബയോമെട്രിക്കിന് പോകുമ്പോൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഫോട്ടോ എപ്പോഴും കൊണ്ടുപോവുക, നമ്മുടെ സേഫ്റ്റിക്ക്. അങ്ങനെ ബയോമെട്രിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ബയോമെട്രിക്ക് വളരെ സിമ്പിളാണ്, അതായത് അതിന് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവളെ പിറ്റേ അടുത്ത ദിവസം കോഴ്സിലുണ്ട്. അപ്പം ഞാൻ വളരെ സജ്ജമായിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടു, ഒരുപാട് കോറയിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വായിച്ചു, റെഡിറ്റിൽ ഒരുപാട് പരതി. അങ്ങനെ ഒരുപാട് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ വെറുതെ യൂട്യൂബിലെ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തത് മാത്രമല്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാത്തരം റിസോഴ്സസും ഞാൻ എടുത്തിട്ട് കുറിച്ചു. USCISൻ്റെ വെബ്സൈറ്റ് ആണെങ്കിലും CBPയുടെ വെബ്സൈറ്റ് ആണെങ്കിലും എനിക്ക് കിട്ടാവുന്ന അമേരിക്കൻ ഗവൺമെൻറ് എല്ലാ റിസോഴ്സസും വെച്ചിട്ട് ഞാൻ മാക്സിമം എൻ്റെ നോളജ് അതിനെക്കുറിച്ച് ഞാൻ ഉണ്ടാക്കി. അത് ഇപ്പോൾ കോൺസുലർ ഇൻ്റർവ്യൂവിന് ഞാൻ ഓൾമോസ്റ്റ് റെഡിയായിരുന്നു. അപ്പോഴത്തേക്കാണ് എനിക്ക് ആൽബിൻ ഇൻ്റർവ്യൂവിൻ്റെ തലേദിവസം രാവിലെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഒരു മോക്ക് കോൾ തന്നു. ഒരു 15-20 മിനിറ്റ് ഒരു കോൾ ചെയ്തു. ആ കോളിൽ പുള്ളി പറഞ്ഞ ചോദ്യങ്ങൾ ഒക്കെയാണ് എനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. അതേ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. സോ അത് വെച്ചാണ് ഞാനിപ്പോൾ എൻ്റെ ക്ലയൻസിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. അതുമാത്രമല്ല,
അതിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു 100ഓളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വെച്ചാണ് നമ്മളുടെ ക്ലയൻസിനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തൊരു ചോദ്യം കോൺസുലാർ ഇൻ്റർവ്യൂവിൽ വരുമെന്നുള്ള ഒരു പേടി നിങ്ങൾ വേണ്ട. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള ആൻസർ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ആ ഇൻ്റർവ്യൂ ചോദിക്കുള്ളൂ. അതിന് ഔട്ട്സൈഡ് ആയിട്ട് ഒരു ചോദ്യങ്ങൾ അവിടെ ചോദിക്കില്ല. അതൊരു ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ അന്ന് രാവിലെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കമ്പ്യൂട്ടറും ഇതൊക്കെ ലാപ്ടോപ്പൊക്കെ ഉണ്ട്, ലാപ്ടോപ്പും ബാഗും ഒക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ കോൺസുലേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് ഒരു വീട് പോലെ ഉണ്ട്. ആ വീട്ടിൽ കൊണ്ട് നമ്മൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അത് സേഫായിട്ട് അവർ ഹാൻഡിൽ ചെയ്യും. അവിടുത്തെ ഫ്ലിപ്പ് നമുക്ക് തരും. അങ്ങനെ ഞാൻ എൻ്റെ ഫോൾഡർ മാത്രം എടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ ക്യൂവിൽ കയറി. ഏകദേശം 10:30 വന്ന് എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ചെന്ന് 8:30 ചെന്ന് ക്യൂവിൽ നിന്നു. ചെന്നപ്പോൾ ഒരുപാട് സൗത്ത് ഇന്ത്യൻസെ കാണാൻ പറ്റി. ഹൈദരാബാദ്, തെലുഗു, തമിഴ്, മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഭയങ്കര ഭയന്നാണ് ആ ക്യൂവിലൊക്കെ കയറി നിന്നത്. അത് കഴിഞ്ഞ് ക്യൂവിൽ ഒരു 9-9:45 ആകുമ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറ്റി. അത് കഴിഞ്ഞ് വേറൊരു കൗണ്ടറിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മൾ DS-160 പാസ്പോർട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു ലൈനിലേക്ക് നമ്മളെ കയറ്റി വിട്ടു. ആ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലൈൻ ചെന്ന് അവസാനിക്കുന്ന ഒരു ലോബിയാണ്, വലിയൊരു ലോബിയിലാണ്. ഈ ലോബിയിൽ ഒരു 10-12ഓളം കൗണ്ടറുകളുണ്ടാവും. ATM കൗണ്ടർ പോലെ 10-12ഓളം കൗണ്ടറുകളുണ്ടാവും. നമ്മുടെ ബാങ്കിലെ ക്യാഷ് കൗണ്ടർ പോലെ. ഈ ഓരോ കൗണ്ടറിൻ്റെ അകത്ത് ഓരോ കോൺസുലാർ ഉദ്യോഗസ്ഥരിപ്പുണ്ട്. അവരാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് ഒരു കറക്റ്റായിട്ട് ഞാൻ ചെന്ന് നിന്നത് ലൈൻ ഇങ്ങനെ ഓരോ ലൈനിൽ നിന്ന് ഓരോരുത്തരും ഓരോ കൗണ്ടറിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ റാൻഡമായിട്ടായിരിക്കും ഒരു കൗണ്ടറിലേക്ക് അലോക്കേറ്റ് ആകുന്നത്. എനിക്ക് കിട്ടിയത് ഒരു ഇന്ത്യക്കാരൻ്റെ കൗണ്ടറിലേക്കാണ് കിട്ടിയത്. എന്തോ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഇന്ത്യക്കാരൻ്റെ കൗണ്ടറിൽ നിൽക്കണ്ട. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല കേട്ടോ. ഒരു എൻ്റെ ഒരു തോന്നലായിരുന്നു, അല്ലാതെ അത് എപ്പോഴും സത്യമാണോന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നി ഇന്ത്യക്കാരൻ്റെ കൗണ്ടറിൽ നിൽക്കണ്ട, തൊട്ടപ്പുറത്തുള്ള കൗണ്ടറിലേക്ക് മാറാം. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന ആൾക്കാർ ഇച്ചിരി വണ്ണോടെ കൂടിയായിരുന്നു. അപ്പം ഞാൻ തൊട്ടടുത്ത കൗണ്ടറിലേക്ക് പെട്ടെന്ന് മാറി നിന്നു. അപ്പോൾ അവിടെ ഒരു അമേരിക്കൻ ലേഡിയാണ് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നത്. ചെന്നു. എൻ്റെ ഏറ്റവും വലിയ സക്സസ് ടിപ്പെന്ന് പറയാനായിട്ട് ഒരിക്കലും നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുഴഞ്ഞോ അല്ലെങ്കിൽ തളർന്നോ നമ്മൾ സംസാരിക്കരുത്. വളരെ എനർജറ്റിക് ആയിരിക്കണം, ചിരി ഉണ്ടായിരിക്കണം. ഹലോ, ഇപ്പം വളരെ ശാന്തനായിരിക്കണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്കറിയാവുന്ന പോലെ ഉത്തരങ്ങൾ പറയുക. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പങ്ങളുമില്ല. ഉത്തരം തെറ്റുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഇരിക്കുന്നത്. അവരവിടെ ഇരിക്കുന്നത് നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് മാത്രം ചെക്ക് ചെയ്യാനാണ് അവരുടെ ഇത്. പിന്നെ അല്ലാതെ നിങ്ങളുടെ പാസ്പോർട്ടും ബാക്ക്ഗ്രൗണ്ടും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളും നിങ്ങളുടെ ഫാമിലി ടൈപ്സും നിങ്ങളുടെ നാട്ടിലെ സ്റ്റാറ്റസും അതൊക്കെ അവർ നോക്കുന്നുണ്ട്. അമേരിക്കൻ വേയിൽ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള എല്ലാ ഓവറോൾ അനാലിസിസ് നടത്തിയിട്ടായിരിക്കും അവർ വിസ അപ്രൂവ് ചെയ്യുന്നത്. ചെന്നു എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ വളരെ പ്രസക്തമാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, എന്ത് ചെയ്യും നാട്ടിൽ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ കണ്ടന്റ് മാനേജർ അറ്റ് ഹോഗാത്ത്, ഹൈദരാബാദ് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് യുവർ ആനുവൽ സാലറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആനുവൽ സാലറി ഈസ് അറൗണ്ട് 6.5 lakhs എന്ന് പറഞ്ഞു. ആർ യു മാരീഡ് എന്ന് ചോദിച്ചു. യെസ്, ഐ എം മാരീഡ്, മൈ വൈഫ് ഈസ് വർക്കിംഗ് ഇൻ ആസ് എ ടീച്ചർ ഇൻ കേരള എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷീസ് എ ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ. അതായത് ഞാൻ ചോദിച്ചത് പർപ്പസ് ഓഫ് വിസിറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഐ ആം എ ഫുഡ് വ്ലോഗർ, സോ ഐ ആം പ്ലാനിങ് ടു എക്സ്പ്ലോർ വേരിയസ് ക്യൂസീൻസ് ഇൻ ദ US. So whenever we hear about US, we only think about burgers and fried chicken. More than that, I want to explore various cuisines from different parts of US. So which is why I'm planning to attend various food festivals. At that point, ഞാൻ ആ ഫുഡ് ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കി എൻ്റെ കാര്യം കരുതിയിട്ടുണ്ടായിരുന്നു പ്രിന്റഡ് പേപ്പറിൽ. അതാണ് ആക്ച്വലി ഐറ്റിനറി. ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ ഐ എം ഗോയിങ് ടു ചിക്കാഗോ, ഐ എം ഗോയിങ് ടു ന്യൂയോർക്ക്. നോ, you are going to specific places and you are planning to attend specific events. സ്പെസിഫിക് ആയിരിക്കണം നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ്. സോ അങ്ങനെ ആ പേപ്പർ ഉയർത്തി കാണിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു നോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഇനഫ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗിവ് മി യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു. പാസ്പോർട്ട് മേടിച്ചു. എന്നിട്ട് പ്ലേസ് യുവർ ഫിംഗർ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഫിംഗർ വയ്ക്കാൻ പറഞ്ഞു സ്കാനറിൽ. ഫിംഗർ സ്കാൻ ചെയ്തു. യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. അപ്പോൾ അത് പറഞ്ഞ് ലോകം മൊത്തം വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു. വിസ ഈസ് അപ്രൂവ്ഡ്, യു വിൽ റിസീവ് യുവർ പാസ്പോർട്ട് വിത്തിൻ 4 to 5 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ 4ാമത്തെ വർക്കിംഗ് ഡേ തന്നെ പാസ്പോർട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടി.
സോ ഇതായിരുന്നു എൻ്റെ ഒരു വിസ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂലൈയിലാണ് അമേരിക്കയിൽ ട്രാവൽ ചെയ്യുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വിസ ഇൻ്റർവ്യൂ സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് B1 B2 വിസയിൽ സക്സസ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടാത്ത ലെവലിലുള്ള അറ്റൻഷൻ ഞാൻ തരും. ബിക്കോസ് ഐ എം നോട്ട് ഞാൻ ഒരുപാട് പേരെ ഞാൻ എടുക്കുന്നില്ല. വളരെ എനിക്ക് ഒരാളുടെ പ്രൊഫൈൽ കണ്ടിട്ട് അയാൾ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അയാളുടെ എടുക്കുള്ളൂ. അത് ഞാനൊരു വലിയ മഹാനായതുകൊണ്ടല്ല, വേറെ നമ്മൾ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അവരുടെ പൈസ പോകുന്നത് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡുള്ള ആളാണെങ്കിൽ മാത്രമേ നമ്മൾ അത് ഫോർവേഡ് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഗൗരവമുണ്ട്, നിങ്ങളുടെ ആഗ്രഹം അത്രയ്ക്ക് ഡീപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടെലിഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ജെന്യൂനാണെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ നമ്പർ ഷെയർ ചെയ്ത് നമ്മൾ തമ്മിൽ സംസാരിക്കും, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാം, മനസ്സിലായില്ലേ? എൻ്റെ ഈ ചാനലിൻ്റെ ഗ്രോത്താണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം എൻ്റെ ഈ ചാനലിലൂടെ എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബിസിനസ് അവസരങ്ങളുണ്ട് ഈ ചാനൽ വഴി. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം തന്നെ 3 പേർക്ക് വിസ അപ്രൂവായി. ഒരാൾ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. പുള്ളിക്കാരൻ്റെ വീഡിയോ ഉടനെ ഇവിടെ വരും. അപ്പം താങ്ക്സ് അഗൈൻ ഫോർ വാച്ചിങ് ഗൈസ്. ഹാവ് എ വെരി ഗുഡ് ഡേ. ടേക്ക് കെയർ. ബൈ. ചിയേഴ്സ്.